ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ആന്ധ്ര സ്റ്റൈൽ ചിക്കൻ കറിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 1/2 കിലോ ഇറച്ചി ചിക്കൻ്റെ നല്ല ചെസ്റ്റ് പീസാണ് എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു സവോള ഇതേപോലെ കട്ട് ചെയ്ത് പൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ബിരിയാണിക്കെല്ലാം സവാള പൊരിച്ചെടുക്കുന്ന അതേ രീതിക്കാണ് ഇത് പൊരിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ട് അതേപോലെ പൊരിച്ച് നല്ല ബ്രൗൺ കളറാകുമ്പോൾ അത് കോരി മാറ്റാം. ഇനി നമ്മൾക്കൊരു കടായി അടുപ്പത്ത് വെക്കുക. ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒരു 2 സ്പൂൺ അളവിൽ മല്ലി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 7 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം, നല്ല എരിവുള്ള വറ്റൽമുളക്. 1/2 സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 കഷ്ണം പട്ട, 3 ഗ്രാമ്പു, ഒരു ഏലക്കായ. അപ്പോൾ നമ്മൾക്കിതൊരു ഗരം മസാലയും മല്ലി മുളകൊക്കെ എല്ലാം ആയി. അതൊന്ന് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം. ഇനി അതിലേക്ക് ഒരു 1/2 സ്പൂൺ അളവിൽ പെരിഞ്ചീരകം കൂടി ചേർത്തു. അപ്പോൾ നമ്മൾ പറഞ്ഞ മാതിരി ഗരം മസാല, മുളക്, മല്ലി എല്ലാം ആയി. ഇതേമാതിരി ചുവന്ന് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി അതൊരു പൊടിക്കുന്ന ജാറിലേക്ക് ഇതാ ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെയാണ് കിട്ടിയിരിക്കുന്നത്. ഞാനൊരു വേറെ ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു 2.5 സ്പൂൺ അളവിൽ മസാല കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ചിക്കനിലേക്ക് പൊരിച്ച ഉള്ളി ഇതേമാതിരി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് തൈരാണ്. ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനൊരല്പം ഉപ്പും കൂടി ചേർത്തു. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് പറഞ്ഞ ആന്ധ്ര സ്റ്റൈൽ ചിക്കൻ കറി, തൈരൊക്കെ ചേർത്താണ് ചെയ്യുന്നത്. ഇനി നമ്മൾ അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾക്കൊരു 1/2 മണിക്കൂറെങ്കിലും അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ട് ആ പൊരിച്ച എണ്ണ തന്നെ, അതായത് സവോള പൊരിച്ച എണ്ണ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു സവോള പൊടിയായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അത് നല്ലതുപോലെ ഒന്ന് വഴന്ന് വരട്ടെ. ഈ സമയത്ത് നമ്മളതിലേക്ക് 1 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് ചതച്ചതും കൂടി ചേർത്തു. അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചിക്കൻ കറി വെച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഇനി നമ്മൾ അതിലേക്ക് ഒരു 1/2 തക്കാളി മാത്രം പൊടിയായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തൈര് ചേർത്തുകൊണ്ട് തന്നെ തക്കാളി വളരെ കുറച്ച് ചേർത്താൽ മതി. ഇനി അതിലേക്ക് മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു. അല്പം കൂടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ആ മാരിനേറ്റ് ചെയ്ത ചിക്കൻ അതിലേക്ക് ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലപ്പൊടി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അടിപൊളി ചിക്കൻ കറി ആയിരിക്കും. എന്തായാലും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇനി അതിലേക്ക് ഞാനൊരു 1/2 ഗ്ലാസ്സിൽ അധികം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം നമ്മളതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം അടച്ച് വെച്ച് വേവിക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ അത് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റിയിട്ടൊന്നുമില്ല. ചിക്കൻ 10 മിനിറ്റ് കൊണ്ട് വെന്തിട്ടുമില്ല. അപ്പോൾ ഇതേമാതിരിയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി അതൊന്ന് ഫ്ലെയിം കുറച്ചതിന് ശേഷം വീണ്ടും ഒരു 10 മിനിറ്റ് അടയ്ക്കാം. അപ്പോൾ 10 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ നമുക്ക് ഗ്രേവിയൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് വറ്റി ഒരുവിധം കുറുകി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ശരിയായ പരുവം. അപ്പോൾ ചിക്കനൊക്കെ ശരിക്കും വെന്തും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല അടിപൊളി ആന്ധ്ര സ്റ്റൈൽ ചിക്കൻ കറിയായി. ഇതേപോലെ ചിക്കൻ കറി വെച്ചില്ലെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി അടച്ച് വയ്ക്കുകയാണ്. ചൂടാറിയതിന് ശേഷം നമ്മൾക്കിത് സെർവ് ചെയ്യാം. ചൂടാറി കഴിഞ്ഞു. നമ്മൾ തുറന്ന് നോക്കി നല്ല സൂപ്പറായിട്ട് കണ്ടില്ല, ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പൊറോട്ട, ചപ്പാത്തി, അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു ചിക്കൻ കറിയാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ തന്നെയാണ് ഈ ചിക്കൻ കറി. സൂപ്പറായില്ലേ? വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.